ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തട്ടെ. വളരെ ബഹുമാനപ്പെട്ട വൈദിക സഹോദര ശ്രേഷ്ഠരെ, ഈ ഇടവകയ്ക്ക് വളരെ പ്രിയങ്കരായിരിക്കുന്ന ആൽബിൻ ആൻഡ് അബിൻ രണ്ടുപേരും, മൂത്തയാളുണ്ട്, ഒരാളൂടെയുണ്ട്, 3 പേരും ഈ മദ്ബഹായുടെ ശുശ്രൂഷകരാണ്. പിതാവ് ഈ പള്ളിയുടെ ഇപ്പോഴത്തെ ട്രസ്റ്റിയാണ്. മാതാവ് കഴിഞ്ഞ ടേണിൽ, അതായത് ഈ കല്യാണത്തിന് തൊട്ട് മുൻപ് വരെ ഈ പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. ഈ കുടുംബം ഇടവകയെ ഏറെ സ്നേഹിക്കുകയും വൈദികരെ ആദരിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായിരിക്കുന്ന പാരമ്പര്യമുള്ളൊരു കുടുംബമാണ്. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. ട്വിൻസാണ് മണവാളന്മാർ. അതുകൊണ്ടൊരു വെറൈറ്റി നിങ്ങൾ കണ്ടു 2 കാപ്പയിട്ട് നിൽക്കുന്ന എൻ്റെ 2 കൊച്ചനുജന്മാരാണ്. അവരും ഇരട്ടക അച്ഛന്മാരാണ്. ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. പരിണാമങ്ങൾക്കും നിരൂപണങ്ങൾക്കും എല്ലാം അതീതനാണ് ദൈവം. സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയും അതിനാദമെന്ന് പേരിടുകയും അവന് ഇണങ്ങിയതായിരിക്കുന്ന തുണയെ നൽകി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട് ഇണങ്ങിയ തുണയെ ദൈവം സൃഷ്ടിച്ച് അവർക്കായി നൽകി. അവർ പരസ്പരം സ്നേഹിച്ചു. എന്നാൽ കൽപ്പന അവർ ലംഘിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുവാൻ ഇടയായി. ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകലുവാൻ ഇടയായപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി നശിച്ചു പോയല്ലോ എന്ന് കരുതി പിതാവായ ദൈവം ഏറെ വേദനിച്ചു, ദുഃഖിച്ചു. ഇനി അതിനെന്താണ് പരിഹാരമെന്ന് ദൈവം പിതാവായ ദൈവം ആലോചിച്ചു. എന്നിട്ട് ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? സ്വന്തം മകനെ, സ്വന്തം പുത്രനെ ആദാമിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി, യാഗത്തിനായി വിട്ടുകൊടുത്തു. സ്വന്തം സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. മണവാട്ടി സഭയുടെ മോചനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി മണവാളനായിരിക്കുന്ന മശിഹാ തന്റെ ജീവനെ കൊടുത്തു. രക്തം മറുവിലയായി കൊടുത്ത് മണവാട്ടി സഭയെ വീണ്ടെടുത്തു. മണവാട്ടിക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന മണവാളനായിരിക്കണം നിങ്ങൾ 2 പേരും. സ്വന്തം ജീവനേക്കാൾ ഉപരിയായി ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാൻ കഴിയണം, ആദരിക്കുവാൻ കഴിയണം, അംഗീകരിക്കുവാൻ കഴിയണം. പരസ്പര വിട്ടുവീഴ്ചയുടെയും സഹകരണത്തിൻ്റെയും അനുഭവത്തിൽ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരട്ടെ, ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് വളരെ വിനയത്തോടെ ആത്മാർത്ഥതയായി ഞങ്ങൾ വൈദികരെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം ജീവനേക്കാൾ ഉപരിയായി ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ, ആ ജീവിത പങ്കാളിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മണവാളന് മാത്രമല്ല ജീവിത പങ്കാളി, മണവാട്ടിക്ക് ജീവിത പങ്കാളിയുണ്ട്. മകളെ ഇങ്ങോട്ട് നോക്ക്, ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കല്ലേ, ഈ മണവാട്ടിക്ക് ചൂടെ നോക്കും. അങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് തോന്നുന്നു. ഞാനൊരു പാവച്ചനായതുകൊണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ നിർത്തിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും അംഗീകരിച്ചും കഴിയണം. സ്വന്തം ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവനം കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഉടമയായി തീരുവാൻ നിങ്ങൾക്കിടയാകും. മണവാട്ടിമാരെ 2 പെൺകുഞ്ഞുങ്ങള് അവരുടെ മാതാപിതാക്കൾ ഒത്തിരി വാത്സല്യിച്ച് വളർത്തിയതാണ്. ഞാനും ഒരു പെൺകുഞ്ഞിൻ്റെ പിതാവാണ്. അപ്പോൾ ഒരു പെൺകുഞ്ഞിൻ്റെ വളർച്ചയിൽ മാതാപിതാക്കൾക്കുള്ള ആ ആകുലതയും ആശങ്കയും ഒക്കെ ഈ പ്രിയപ്പെട്ട മക്കളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. ഒരു 19 വയസ്സ് ആകുമ്പോൾ തന്നെ കല്യാണം കഴിച്ച് അയക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്കവാറും. എൻ്റെ കൊച്ചിനോട് ഞാൻ പറഞ്ഞപ്പോൾ 26 വയസ്സ് കഴിഞ്ഞിട്ട് മടിയെന്ന് പറഞ്ഞു. ഇപ്പോൾ 26 വയസ്സായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 25 അല്ലെങ്കിൽ 26 വയസ്സ് വരെയും വാത്സല്യത്തോട് ഓമനിച്ച് വളർത്തിയതായ മകളെ വിവാഹം ചെയ്ത് അയക്കുന്നത് 1 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു ശുശ്രൂഷയിലൂടെയാണ് അവർ പരസ്പരം ഒന്നാകുന്നത്. ആ പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ
എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അറിയാവുന്ന ഈ രണ്ട് മക്കളുടെ കരങ്ങൾ ബലിഷ്ഠമാണ്. അതുകൊണ്ട് ഈ പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല എന്നെ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്, ദൈവത്തെ അറിയുന്ന കുടുംബമാണ്, അറിഞ്ഞ് ആരാധിക്കുന്ന കുടുംബമാണ്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു താങ്ങ് ആവശ്യമാണ്. നമ്മളൊക്കെ കൃഷിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അല്ലേ? പയർ കൃഷി ചെയ്യാത്തവരാരും ഉള്ളത് എനിക്ക് തോന്നുന്നില്ല. മോളെ മര്യാദയ്ക്ക് നിൽക്കണം. ഹലോ ഹലോ ലിസൺ ചെയ്യാം, മര്യാദ. അപ്പോൾ എന്താ സംഭവം? പയറിങ്ങനെ പയർ മണിയിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ വളർന്നു പോകും. അല്പം വെള്ളമൊഴിച്ച് വളമിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. ഉയർന്നു വരുമ്പോൾ അതിനൊരു ചെറിയ താങ്ങ്, ഒരു കമ്പ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ കമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ വളയാതെ നേരെ ഫലമുണ്ടാകും എന്ന് പറയുന്നത് പോലെ പെൺകുഞ്ഞുങ്ങൾക്ക് ഒരു താങ്ങ് എപ്പോഴും നല്ലതാണ്, അണങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ വളയാതെ ചെരിയാതെ നിവർന്ന് മുകളിലേക്ക് പോകുവാൻ മണവാട്ടിമാരുടെ പേര് തുറന്നുപോയി. അബിത അല്ലേ? ഒരാൾ അബിതയ്ക്ക് ചാരുവാനായി ഇൻസുവിന് ചാരുവാനായി ആൽബിൻ. അങ്ങനെ 2 പേർക്കും ചാരുവാനായി ദൈവം തിരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്ന മണവാളനും മണവാട്ടിയുമാണ് നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെ നിങ്ങളുടെ ജീവിതം സന്തോഷത്തിൻ്റെ അനുഭവത്തിലായിത്തീരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി സന്തോഷം ഈ ഇടവകയ്ക്കുണ്ട്. ഞങ്ങളുടെ ട്രസ്റ്റിയുടെ മക്കൾ എന്നുള്ള നിലയിൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം ധന്യമായി തീരട്ടെ. എല്ലാവിധമായിരിക്കും നന്മകളും നിങ്ങൾക്ക് സർവശക്തനായ ദൈവം നൽകട്ടെ. നിങ്ങൾക്ക് മണവാളന്മാർക്കും മണവാട്ടിമാർക്കും അവരുടെ മാതാപിതാക്കൾക്ക് ഓരോ കുഞ്ഞുങ്ങളെ കൂടി ലഭിച്ചിരിക്കുകയാണ്. ഒന്നാമത് മണവാളൻ്റെ വീട്ടിൽ 3 ആൺപിള്ളേരാണ്. ഒരു പെൺകുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിലാണ് അവർ. ഇപ്പോൾ വീണ്ടും 2 പേരെ കൂടെ ഒരുമിച്ച് കിട്ടുകയാണ്. അവർ ആ സന്തോഷത്തിലാണ്. സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഒട്ടും കുറവില്ലാതെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാനും കരുതുവാനും നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് വിദേശത്താണ്. ഇനി നിങ്ങൾ എന്ന് മടങ്ങി വരും എന്നൊക്കെ ചോദിച്ചാൽ എല്ലാ വർഷവും വരും വെച്ചാന്നൊക്കെ പറയും. ഇവർ വരുമെന്ന് എനിക്ക് തോന്നണേ. എന്നാലും ദൂരെയാണ്, ഒത്തിരി പരിമിതികളുണ്ട്. ആ പരിമിതികളെയൊക്കെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് ദൈവം സൗകര്യങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഏലിയാസേട്ടൻ ചേച്ചിയും ധനിച്ചാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. മാതാപിതാക്കളെയും അതുപോലെ തന്നെ മണവാട്ടിമാരുടെ മാതാപിതാക്കളെയും സ്നേഹിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ദൈവം ഭാഗ്യം തരട്ടെ എന്ന് വിനയത്തെ പ്രാർത്ഥിച്ചു. എല്ലാവിധമായിരിക്കുന്ന ഇടവകയുടെ അനുമോദനങ്ങളും ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണമാണ്. അതിന് പങ്കെടുക്കാതെ ഞാൻ വന്നത് എൻ്റെ ട്രസ്റ്റിയുടെ മക്കളുടെ കല്യാണം ആയതുകൊണ്ട്. അതുകൊണ്ട് കല്യാണം കഴിയുമ്പോൾ റിസപ്ഷന് ഇവിടെ മണവാളന്മാരുടെ സ്വന്തത്തിലുള്ള 2 അച്ഛന്മാരുണ്ട്, 2-3 അച്ഛന്മാരുണ്ട്. അവർ ഹോളിലേക്ക് വന്ന് പറ്റി കുഞ്ഞുങ്ങളും ചെയ്യും. എനിക്ക് അവിടെ പെരുമ്പാവൂർ അപ്പുറയാണ് അവരുടെ പ്രോഗ്രാം. അവിടത്തേക്ക് കല്യാണം കെട്ട് കഴിയുമ്പോഴേക്ക് എങ്കിലും ഒന്ന് ചെല്ലണമെന്നുള്ളതുകൊണ്ട് ഞാൻ പോകും. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. മാത്രമല്ല എൻ്റെ ഇടവയിലെ അവസാനത്തെ കല്യാണമാണ്. വരുന്ന ഞായറാഴ്ച എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫറാണ്. അതിനു മുൻപ് ഞാൻ ഇന്നലെയൊക്കെ ഇവിടുന്ന് പോകേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ട്രസ്റ്റിയുടെ പ്രത്യേകിച്ച് ആൽബിനുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നുകൊണ്ട് ആൽബിൻ്റെ കല്യാണം കഴിഞ്ഞ് എന്നോട് പെരുന്നാളാണ് 7-8. ആ പെരുന്നാളിനെ കഴിഞ്ഞ് 1-ാം തീയതി മുതൽ ലീവ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോയാൽ മതി. മാത്രമല്ല 13-ാം തീയതിയാണ് എനിക്ക് മറ്റൊരു ദേവാലയത്തിൽ ചുമതലയാക്കേണ്ടത്. അപ്പോൾ അച്ഛൻ 12-ാം തീയതി വരെ ഇവിടെ കുർബാന കഴിഞ്ഞിട്ട് 13-ാം തീയതി 12-ാം തീയതി രാത്രി പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പോകാൻ ക്രമീകരണം ചെയ്തിരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധമായിരിക്കും നന്മകളും
ആശംസിക്കുന്നു. നിങ്ങൾ കൂടിയിരിക്കുന്നവർ ആ ചേച്ചിയുടെ തലയിൽ നിന്ന് തുണി ചാടിപ്പോകരുത്. തലയിൽ മുടുപട പണിച്ച് പ്രാർത്ഥിക്കണം. സൗന്ദര്യത്തിന് കൂടി കുറഞ്ഞോട്ടെ കുഴപ്പമില്ല. പ്രത്യേകം നിങ്ങളുടെ അടുത്തേക്ക് ഒരൊറ്റയാണെങ്കിലും നോക്കൂല. നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇന്നലെ ഒരു തിരുമേനി പ്രസംഗിച്ചു, ഇവിടെ ഫോട്ടോ, ഞങ്ങളുടെ ഒരു പള്ളിയിൽ ഫോട്ടോ വെക്കുന്ന കാര്യം പറയും. അപ്പോൾ ഈ സ്ത്രീകളുടെ സൈഡിലേക്ക് ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, വിശദീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആനന്ദവും ആനന്ദത്തിന്റെ പൂർത്തീകരണം എന്നോടുകൂടി നിമുഖാന്തരമുണ്ടാകുന്നതക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളെ നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷിയെ ശേഷമായി തരികയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണനും മണവാട്ടിമാർ ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെ മാനവനെ എഴുതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥകൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വർദ്ധനന്മാരുടെ കടകളിൽ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് എന്റെ പാപം തിരുവാതിരിച്ച് എന്റെ അതിരുകളൊക്കെ മായ്ച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദവും ലക്ഷ്യം എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ അപ്പോൾ ഞാൻ അതിന് മുഖാരത്തിന്റെ വഴി പഠിപ്പിക്കും. നിങ്ങളെ തിരികെയും ചെയ്യും. ദൈവത്തിന്റെ വരികൾ താഴ്മയുണ്ടാകുന്നു. ദൈവം നിറഞ്ഞ ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ നീതിയോട് കൂടെ വലിയൊരു ഇഷ്ടപ്പെടും. അപ്പോൾ
തന്മൂലമായ കാലമുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്ത ഗുണൈകമതിലുണ്ടാകുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബാബ എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വാഗ്ദത്തം ചെയ്തു താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും ചിന്തവിശാച്ചികളുടെ നാശത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന സ്തുതി. തന്റെ സഭയുടെ വിവാഹപുരത്തിലേക്കുള്ള ജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹിന്മാരെയും സകലോംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലൂടെ ഇവരുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ഉലകുഞ്ഞോ മോസോദയായി മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്നും ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നിരശ്വരനായ വെളിപ്പുള്ള ഓരോനും നാത്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്നെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ നിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി
മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടുപോകാൻ പാവം കൊണ്ടും അതിന് വിവാഹം ചെയ്യും നടത്തി അതിന് നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറി പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായ നീ അതിന് നൽകിയ നൽകുറത്താൽ നിന്നോട് അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ പോലെ ക്രമമായ അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങൾ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ഞാൻ സമ്പൂർണ്ണരും നിറമുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹ സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോട് നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, കത്തിലും മരത്തിലും അഭംഗമായി ഒരു നീ സന്തോഷിപ്പിക്കുവാനാകണമേ. അശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇവരന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുവൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോട് നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും നിന്റെ മുൻപാകെ നിന്ന് ഇടപെടാതെ നിന്റെ പിതാവിനെയും പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുവാനാകണമേ.
തങ്ങളുടെ മണവാളത്തിന്റെ ബാധ്യസ്ഥരായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ദാസരിൽ നിന്ന് സുഹൃത്തുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഫലിതമല്ലാത്ത ഐക്യമുണ്ടാവുകയും ചെയ്യണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർഭരത സംരക്ഷിക്കുവാൻ അവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നിന്നെ കാത്തോളിയും ചെയ്യുമാറാകട്ടെ. പൂർണ്ണമായ വലത് ദൃശ്യമായി നിങ്ങളെയൊക്കെ നേട്ടപ്പെടുകയും പരിശുദ്ധ സ്നേഹന്മാരിൽ നിന്ന് വനാന്മാരുടെ കൈകളിൽ നിന്ന് നിന്നെ നിശ്ചയത്തിലുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മാശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയാസന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധവാക്യം നീ സുതകരത്തെ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ വിശുദ്ധാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്നും നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ സുസാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിവാഹതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്നും നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാവുന്ന സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാൻ അവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാൻ കൃപ ചെയ്യണമേ. ഈ വിരുദ്ധനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകണമേ. നിന്റെ വിജയ ശ്രീമായ മണവാളിനെ കാത്തുകൊള്ളുകയും
പിതാവും പരിശുദ്ധ റൂഹായുമായുള്ളവേ ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 പേരിട്ടിയായിട്ട് അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീമാരാവുന്നവരോട് സ്ഥിതി ചെയ്ത് ദുഷ്ടത്തിൽ നിന്നും അവന്റെ സൈഡിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
ഉയരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റുമാറാകണമേ. നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. പാറിക്കുമോർ ഹോസോ ബക്കോലസ്മാൻ ലവൽമേ.
പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. കരുണയായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മനുഷ്യരുമായ നിങ്ങളുടെ ഉന്നതിയും നിത്യവും ഇടപെടാതെ സമർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണിക്കുന്ന അനാദിത്യ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാറക് മോർ വക്കൽ ഹുനിയോ മോസോ ദഹായ ഇല്ലവൽ മീ. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അന്തിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവർണ്ണനീയമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നെടിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമന്മാരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് നീ സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നീ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴി കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ താല്പര്യമുള്ളവരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് എടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ നീ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിനും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മനുഷ്യപോയവരെ നീ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ഓശോ അക്കോലെസ്മാൻ ബാറക്മോ മെനാലോഹോനുക ബേലോസോയുദ്ഹ
ويشبكون ذاته وترايهون الميلون والمين. പട്ടണത്തിൽ കല്യാണ വിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലവനിച്ചു നിൽക്കുന്ന ഈ നിരദാസനെ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ വലത് കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെ ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ബാരമോ പരിശുദ്ധനായ പൗലോസ്ലീഹാ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും പാർക്കുമോ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മിശിഹായുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്നാൽ മിശിഹായുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായെ കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം.
ഭർത്താക്കന്മാരെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്ന ജലം കൊണ്ട് കഴുകി വചനത്താൽ അവൻ മണ്ണതാക്കി. ഇത് അവളെ കറിയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധവുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹാസഭയ്ക്ക് വേണ്ടിയെന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാണെന്നോ പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന് ഓരോരുത്തരുടെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയായിട്ട് ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും എന്ന് നാളത്തെ നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സമായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാദത്തോടു കൂടിയ പ്രഥമാൽപ്പനയാകുന്നു. അമീനായി പറയുമോ ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് പുറപ്പെട്ട യോർദാന്റെ വരകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരെടുത്തിയെന്ന് ഏതൊരു കാരണത്തിൽ ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്നുള്ളത് വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാവരും ശരീരമാകുന്നു. ആയതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിഞ്ഞയക്കുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. മോശ നിങ്ങൾക്ക് കാട്ടുന്നത് ഭാര്യമാരെ പിരിഞ്ഞയക്കാതെ സമ്മതിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ ഹൃദയം കാട്ടുന്ന ഭാര്യമാരെ എന്നാൽ അതിൽ അങ്ങനെയല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, സൃഷ്ടികർത്താവ്
നിങ്ങളോട് പറയുന്നു, വ്യഭിചാര ദോഷം കൊണ്ടല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുകയും ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നതും ചെയ്യുന്നതും അപ്രകാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട് പറഞ്ഞു, വരം ലഭിച്ചവരല്ലാതെ ആരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരെ ജനിച്ചിട്ടുള്ള ഷണ്ണന്മാരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുള്ള ഷണ്ണന്മാരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം നിങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തിട്ടുള്ള ഷണ്ണന്മാരുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നു ശക്തനാകട്ടെ എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. ശായനോ ബസ്ലോമോ ലക്കുൽഖോ. അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സുരശക്തിക്കും എതിരായി അജയമായ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Men's
മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത് കൈവന്ന് നിങ്ങളിൽ ആവസിച്ച എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന അകൽക്കരുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിനും ഇസഹാക്ക് യാക്കോബിനും യാക്കോബ് യൗസേപ്പിനും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികി ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ലോകിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമിയിൽ പാതിപ്പിക്കുന്ന സർവ്വഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ.
നിങ്ങളുടെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ആചാര്യന്മാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മൗത്തം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ അവകാശികളായി ഭവിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയേറേറ്റാം. ഹൗശോ വബകൂലിസ്മാൻ നവൽമീ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭയത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ
ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനിയായ പൂർവികന്മാർ നമ്മെ ബലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നതയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ദൈവമേശയുടെയും ശ്രീബായുടെയും വെടിപ്പുള്ള എവിങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നദ്ധയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം വരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കാം. പട്ടക്കാലും സമാസന്മാരും വിശ്വാസികളായ ജനത്തിനും മണവാളനും മണവാട്ടിയിലും ക്ഷണിച്ചവരും ക്ഷണിക്കപ്പെട്ടവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവ് ദൈവജനനിയുമായ വിശുദ്ധ കന്യക മർത്തമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലത് കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ എല്ലാവരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഇവർ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവരുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവനവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിപ്പാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തിയുടെ പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവ് നിയമിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാവിൽ നിന്നും ശരീരത്തിൽ നിന്നും മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷിത്തിറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്നും പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാർ സ്നേഹന്മാർ മുഖാന്തരം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്നു മാത്രമാണെന്ന് ഞങ്ങളിലേക്ക് പറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി നോക്കി പാർക്കുന്നു. ഞങ്ങളുടെ
ആകാശത്തെ ഭൂമിയെ സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ വിവാഹശുശ്രൂഷയെ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെ വിശ്വാസികളായ നിങ്ങളുടെ പരേതനെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പരിശുദ്ധമായുള്ളവേ ബലഹീനവും കുറവുള്ളയും അടിയങ്ങളും പ്രാർത്ഥനകളും ശുശ്രൂഷകളും അവനത്തെ പേരെ അങ്ങയുടെ സിംഹാസനത്തിൽ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും തീരണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കാരണങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. രണ്ട് സാക്ഷികൾ വന്ന് മണവാളന്റെ മണവാട്ടിയുടെ ഭാഗത്ത് നിന്നും